ഹായ് ഫ്രണ്ട്സ്, PSC ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിഗ്രി ലെവൽ PSC പരീക്ഷകൾക്കുള്ള പ്രിലിമിനറി അതുപോലെ മെയിൻസ് പരീക്ഷകളിൽ ഇന്ത്യൻ പൊളിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന സബ്ജക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെക്കുറിച്ച് പഠിച്ചു വരികയായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പഞ്ചായത്ത് രാജിനെ പറ്റിയാണ് കേട്ടോ. പഞ്ചായത്ത് രാജിൻ്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. യെസ്, അപ്പോൾ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് അല്ലേ. ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ഈ അധികാരം അല്ലെങ്കിൽ ഈ ഒരു ജനാധിപത്യത്തിൻ്റെ മധുരത്തെ നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്നതിനുള്ള ഒരു സാഹചര്യം നമുക്ക് വളരെ പരിമിതമായിരുന്നു. കാരണം ഒരു ഹൈലി സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇതിനെ ഗ്രാസ് റൂട്ട് ലെവലുകളിലേക്ക്, ഏറ്റവും താഴെത്തട്ടിലേക്ക് ഈ അധികാരത്തെ വികേന്ദ്രീകരിക്കുക, ഡീസെൻട്രലൈസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ അവതരിപ്പിച്ച ഒരു ഗാന്ധിയൻ മാതൃകയാണ് ഗ്രാമപഞ്ചായത്ത് സിസ്റ്റം അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പറഞ്ഞതുപോലെ ഈ ആത്മാവിനെ തേടിയുള്ള ഒരു യാത്രയുടെ ഭാഗമാണ് ഈ 73rd അമെൻമെൻറ്റ് എന്നും നമുക്ക് പറയാം. കാരണം ഒരുപാട് ചർച്ചകൾക്കും ഒരുപാട് വിമർശനങ്ങൾക്കും ഒക്കെ ശേഷമാണ് ഇത്തരം ഒരു ഭരണഘടനാ ഭേദഗതി നമ്മൾ ഭരണഘടനയിൽ ചേർക്കുന്നത്. കേരള PSCയെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനിരിക്കുന്ന LSGS സെക്രട്ടറി പോലുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെയും പഞ്ചായത്ത് രാജ് ഒട്ടും മോശമല്ലാത്ത ഒരു സബ്ജക്റ്റാണ്, നല്ല പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഈ വിഷയത്തിലേക്ക് കടക്കാം. പഞ്ചായത്ത് രാജ് ആക്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ നിയമം നിലവിൽ വരുന്നത്. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിലെ 40ാം ആർട്ടിക്കിൾ പ്രകാരം ദ സ്റ്റേറ്റ് ഷാൾ ടേക്ക് സ്റ്റെപ്സ് ടു ഓർഗനൈസ് വില്ലേജ് തലത്തിലുള്ള പഞ്ചായത്ത് സിസ്റ്റം ഓർഗനൈസ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ രാഷ്ട്രം നടപ്പാക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്ന നിർദ്ദേശമാണ് ആർട്ടിക്കിൾ 40 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഈ ഒരു നിർദ്ദേശത്തെ അന്വർത്ഥമാക്കുകയാണ് ശരിക്കും 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മൾ ചെയ്തത്. ഫസ്റ്റ് സ്റ്റേറ്റ് ടു എസ്റ്റാബ്ലിഷ് പഞ്ചായത്ത് രാജ് സിസ്റ്റം ആദ്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ജില്ല ഏതാണ്? നഗൂർ ഡിസ്ട്രിക്റ്റ്. നഗൂർ ഡിസ്ട്രിക്റ്റ് ആണ്. ഓക്കെ, ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഉദ്ഘാടനം ചെയ്തത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ്. അന്നത്തെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായ ജവഹർലാൽ നെഹ്റു 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നഗൂർ ജില്ലയിൽ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന് തുടക്കം കുറിച്ചത്. സൗത്ത് ഇന്ത്യയിൽ, ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സിസ്റ്റം കടന്നു വന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് കേട്ടോ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സിസ്റ്റം കടന്നു വന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിൽ രണ്ടാമത്തേതും. ദെൻ ലോക്കൽ ഗവൺമെൻറ് ഈസ് എ സ്റ്റേറ്റ് സബ്ജക്ട് അണ്ടർ ദി 7th ഷെഡ്യൂൾ. ഭരണഘടനയിലെ 7ാം ഷെഡ്യൂളിലെ ലിസ്റ്റുകൾ എടുത്ത് നോക്കുമ്പോൾ ലോക്കൽ ഗവൺമെൻറ്, പ്രാദേശിക ഗവൺമെൻറ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ കാണുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ അല്ല, ശ്രദ്ധിക്കണം, സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഇനി 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്ത പാർട്ട് എത്രയാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു? 9. എന്താണ് പേര് കൊടുത്തത്? ദ പഞ്ചായത്ത്. ഇനി പഞ്ചായത്ത് രാജിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? 243 മുതൽ 243 വരെ. 243 മുതൽ 243 വരെയാണ്. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്ത ഷെഡ്യൂൾ എത്രയാണെന്ന് പഠിച്ചു. 11. എത്ര ഫങ്ഷൻസ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു? 29 ഫങ്ഷൻസ്.
ഇതാണ് പഞ്ചായത്ത് രാജിൻ്റെ ഒരു തുടക്കമായിട്ടുള്ള കാര്യങ്ങൾ.